വേടനെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ യുവാക്കളുടെ പരാക്രമം. ലഹരി ഉപയോഗിച്ചായിരുന്നു പരാക്രമം നടത്തിയത്. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എസ് ശരണാണ് ചേരുന്നത്. ശരൺ, വേടനുമായി ബന്ധമുള്ളവരല്ല ഇവരെന്നാണ് മനസ്സിലാക്കുന്നത്. ആരാധകരാണോ? എന്തായിരുന്നു ഇവരുടെ പ്രതിഷേധത്തിന് പിന്നിൽ? വിനീത, തികച്ചും നാടകീയമായ രംഗങ്ങളാണ് അല്പസമയം മുമ്പ് തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ അരങ്ങേറിയത്. ഈ രണ്ടുപേരും വേടനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് വന്നിരുന്നത്. രാവിലെ തന്നെ വന്നതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് വേടനെ പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വലിയ പരാക്രമം കാട്ടിയത്. അതായത് ഈ പോലീസ് സ്റ്റേഷനിലെ ഉള്ളിൽ തന്നെ, കോമ്പൗണ്ടിൽ തന്നെ കയറിയിരിക്കുകയും വേഗത്തിൽ വേടനെ പുറത്തേക്ക് ഇറക്കണം, വേടന് ജാമ്യം ലഭിച്ചതല്ലേ എന്നുള്ള പറഞ്ഞുകൊണ്ട് പരാക്രമം കാട്ടുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു വനിതാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ പോലും അസഭ്യവർഷം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി ഇവിടെ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഈ രണ്ടുപേരും പോകാൻ തയ്യാറായിരുന്നില്ല. രണ്ടുപേരും ലഹരി ഉപയോഗിച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ വിധത്തിലാണ് അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നത്. വഴിയെ പോകുന്ന ആളുകളെയൊക്കെ തന്നെ അവർക്ക് നേരെ അസഭ്യവർഷം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടുകൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയും ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും ലോക്കപ്പിലാക്കുകയും ചെയ്തു. ലോക്കപ്പിൽ പോലും ഈ രണ്ടുപേരും പരാക്രമം കാട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വലിയ ബഹളമുണ്ടാക്കുന്നതൊക്കെ തന്നെ സ്റ്റേഷനുള്ളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ബലാത്സംഗ കേസിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യം വേടനുണ്ടായിരുന്നത് കൊണ്ടാണ് ജാമ്യത്തിൽ വിട്ടയച്ചത്. ആ സമയത്ത് വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായ സമയത്തായിരുന്നു യുവാക്കളുടെ പരാക്രമമെന്നാണ് ശരൺ റിപ്പോർട്ട്.